റാഹേൽ മരണമടഞ്ഞപ്പോൾ യാക്കോബ് അവളെ സംസ്കാരം ചെയ്തധികം ഖേദം പൂണ്ട ഈ മൃതിയെ പ്രതി കേഴേണ്ട ജീവൻ നൽകും അവൾക്കുള്ളിൽ സ്ഥിതമാം തിരുമൈരക്തങ്ങൾ വർക്കുമോർ തൻ്റെ ദൈവീകമാന കൽപ്പനയാലും കർത്തൃഹിത പ്രകാരവും പ്രിയമാതാവിനെ ഈ താൽക്കാലിക ജീവിതത്തിനും യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ സ്വർഗീയ സേനകളുടെ സഹായം അവൾക്ക് അയച്ചു കൊടുക്കണമേ. ഇവളുടെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരമോ അയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ ശത്രുവിൻ്റെ പാളയങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരുടെ ആനന്ദത്തിലേക്കുള്ള ആനയിക്കുകയും ചെയ്യണമേ. ഇവൾ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്കും നിന്റെ പിതാവിന് ജീവനും വിശുദ്ധിയുമുള്ള റൂഹായിക്കും സ്തുതിയും സ്തോത്രവും പാടുകയും ചെയ്യുമാറാകണമേ. അധ്വാനങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധമുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരുള്ള ആനന്ദത്തിനുമായി ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെ നാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലം ഒഴിക്കപ്പെടുന്നു. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് അരുളി ചെയ്ത പ്രകാരം കർത്താവേദാ തിരുവിഷ്ടം ഈ നിന്റെ ദാസയിൽ നിറവേറിയിരിക്കുന്നു. മൃതേറ്റോനെ ഞങ്ങളെ രണ്ടാം മൃതീനും കനിവാൽ കാക്ക ഹാലേലു. നിന്നുടെ നീതിയ എൻ ദോഷം ലംഘിച്ചെങ്കിൽ ഞാൻ നരകത്തെ നൊഴിയും നിൻ വരസമ്പത്താൽ ഹാലേലുയ. മൃതിയാൽ മൃതരെ മൃതരീന്നും മായിച്ചോനെ ഈശോ നൃപതേ നിൻ കൃപയെ വാഴ്ത്തും ഞങ്ങൾ ഹാലേലുയ്യ. വലിയ വെളിച്ചമുദിച്ചല്ലോ മൃതലോകത്തിൽ അസ്ഥികളിൻ മേലാശീസീർത്തോകി ഹാലേലുയ്യ. മരണത്തിൻ കാറ്റടിയേറ്റൻ ജീവൻ മാഞ്ഞു നിൻ സത്യാത്മാവെത്തി എനിക്കുണർവേകട്ടെ ഹാലേലുയ്യ. കബറീനുയിനോടു പറുദീസിൽ നിന്നേറ്റും താതാത്മജ വിമലാത്മാവിനെന്നും സ്തോത്രം. കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നിങ്ങളിൽ നിന്ന് പ്രിയരെ പിരിയുന്നേൻ സ്വീകരണം ഞാൻ നേടാനർത്ഥിപ്പീ. എന്റെ കാലുകൾ നിന്റെ വാതിലുകളിൽ നിൽക്കുന്നു. മൃതരായോർ കൊയ്യുമ്പോഴൻ മിഴിവെളിവാക്കാ വിസ്മയമീക്ഷിപ്പാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പട്ടണം പോലെ ഊർസ്ലേം പണിയപ്പെട്ടിരിക്കുന്നു. ഇനി എന്നേക്കും ശ്ലോമോ ഇതു തന്നെ. അവിടേക്ക് ഗോത്രങ്ങൾ കർത്താവിന്റെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായ കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. കഷ്ടം സാത്താനേ കഷ്ടം, നിങ്ങളുടെ ഭരണം മശിഹാമായിരിക്കും. അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗൃഹത്തിലെ ന്യായാസനങ്ങൾ തന്നെ സ്ഥിതി ചെയ്യുന്നു. യെരൂശലേമിന്റെ കുശലം അന്വേഷിപ്പീൻ. നിന്റെ സ്നേഹിതന്മാർ ധൈര്യമായിരിക്കട്ടെ. നിന്റെ ഗോത്രങ്ങളിൽ സമാധാനവും നിന്റെ കൊട്ടാരങ്ങളിൽ സംതൃപ്തിയും ഉണ്ടാകട്ടെ. എന്റെ സഹോദരന്മാരും സ്നേഹിതന്മാരും നിമിത്തം നിന്നിൽ സമാധാനമുണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആലയ നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. ഇരുലോകത്തും മേവുന്നേ ഞാൻ കൃപ തോന്നണമേ എന്മേലെങ്ങും. നീ കണ്ടെന്നെ ഞാനില്ലായേ കൃപ തോന്നണമേ ഞാനുള്ളപ്പോ. എന്നെ മനഞ്ഞ പൂർണ്ണ സ്നേഹ
നീയുയിരികിൽ പാഴാകാഞ്ഞ സ്നേഹിതരാം സഹദേന്മാരെ മുടിചൂടിച്ച നീതി പ്രിയനേ. ഈ ദാസിയെ നീ കന്യകളെ പോൽ ചൂടാഭരണം ചൂടിക്കേണം. എന്നേക്കും സ്തുതിനാഥനും നദിനന്ദനനും റൂക്കുദിശായ്ക്കും മുറിയോറാകെ മേലൈനുവാദ ആർദ്രതയാൽ നാദ ദേവാദാസിക്കേ ഗണമേ പുണ്യം നിൻ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലമായി വളേ. നേട്ടത്തെ നേട്ടക്കാർക്കും വീടിനെ വാഴ്വോർക്കും വീട്ടെ ദേവേശായ മാർഗത്തിൽ നീ കൂട്ടായി നിന്നിടേണം. ഓർക്കെന്നെ മഷിക മന്നാ നീ ഘോഷം വന്നിടുമ്പോൾ ഈ ആത്മാവിന്നാശ്വാസം ധർമ്മിഷ്ഠർക്കൊപ്പം നൽകാം. ആർദ്രതയാൽ നാഥ ദേവാദാസിക്കേ ഗണമേ പുണ്യം നിൻ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലമായി വളേ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനായി വരുവാനിരിക്കുന്നവനുമായ കർത്താവേ, നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി ബന്ധനത്തിൽ നിന്നെ മോചിപ്പിക്കണം. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, എന്റെ ശരണവുമേ നിനക്ക് സ്തുതി. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീന്റെ മൺമേരുമായ ഞങ്ങളും സ്തുതിച്ചു പറയുന്നു. ദൈവത്തിന്റെ സ്തുതിയും ഭൂമിയിൽ സമാധാന നിരപ്പും മനുഷ്യമകൻ ശരണമുണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. പിതാവ് സ്വർഗീയ രാജാവ് സൃഷ്ടാമായിരിക്കുന്ന ദൈവമായ കർത്താവേ നിന്നെയും പിതാവിന്റെ പുത്രന്റെ വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണം. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായുള്ളോവേ എന്റെ ജപിയാശങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. പിതാവിന്റെ വലത്ത് ഭാഗത്ത് മതത്തോടുകൂടി ഇരിക്കുന്നവനെ ഏതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണം. നീ മാത്രം പരിശുദ്ധനാവുന്നു. വിശുദ്ധ റൂഹായോടുകൂടി ശമിക്കാൻ നീ മാത്രം നിത്യമായി കർത്തവ്യമുള്ളവനുമാകുന്നു. എല്ലാ കാലത്തും ഞങ്ങൾ ജീവനോടിരിക്കുന്ന ആ ദിവസങ്ങളൊക്കെ നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യതയുള്ളതുമായ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെയുമായ സർവശക്തിയുള്ള കർത്താവേ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ തിരുനാമത്തോടതും നീ എന്നേക്ക് മഹത്വങ്ങളിൽ പ്രാബല്യമുള്ളവനുമാകുന്നു. എനിക്ക് യോഗ്യമാകുന്നു, മോഹത്തിന് യുക്തമാകുന്നു. സകലത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവും അവന് നിനക്ക് വേഗപുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും പുകഴ്ചയാകുന്നു. അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങളുടെ നേരെ നീ അടയ്ക്കരുതേ. ഞങ്ങളോട് ഞങ്ങളെ വർണ്ണമയപ്പെടുവാനായിട്ട് നിന്റെ സ്നേഹത്തിന്റെ സ്ഥാനത്തിന് ഞങ്ങളുടെ ഇറക്കി കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. നിന്റെ അടിയാരോട് കരുണയുന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദർശനം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ഞങ്ങളെ രക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ ഞങ്ങൾക്ക് വേണ്ടി സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും
സാരാംശത്തിൽ പിതാവിനോടെ ഒന്നായിരിക്കുന്നവനും സകലം താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരാജ്യങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിറങ്ങി വിശുദ്ധ ദൈവമാതാവായ ശരീരയായി തീർന്ന മനുഷ്യനായി അന്ത്യോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിവരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഗൃഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാറക്കുമോർ സ്തവൻ കാലസ്ക്രിയലായിസു. കർത്താവിൽ അനുഗ്രഹീതരെ, ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ പൂർത്തിയാവുകയാണ്. ഇനിയും ഭൗതിക ശരീരം പ്രത്യേകമായി ഖബറിലേക്ക് കൊണ്ടുപോയി ബാക്കിയുള്ള പ്രാർത്ഥനകൾ നിർവഹിച്ച് സംസ്കരിക്കുവാൻ തക്കവണ്ണമാണുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മാതാവ് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുമ്പോൾ പ്രത്യേകിച്ച് അമ്മച്ചിക്കും അതുപോലെ ജോയിച്ചാനും രണ്ടാൺമക്കൾക്കും അവരുടെ ജീവിത പങ്കാളിമാർക്കും മക്കൾക്കുമൊക്കെയും തലമുറകൾക്കുമൊക്കെയും ദൈവനമ്പുരാൻ ആശ്വാസവും സമാധാനവും പകർന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് തൻ്റെ ജീവിത പങ്കാളിയെ ഏറെ കരുതലായി കാവലായി സങ്കേതമായി ശുശ്രൂഷിച്ച് പരിചരിച്ച പ്രിയപ്പെട്ട ജോയിച്ചാനെ ദൈവനമ്പുരാൻ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളുടെ എല്ലാവിധമായ പിന്തുണയും സഹകരണവും ഇതിനോട് ചേർന്നുണ്ടായിരുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട അമ്മച്ചിയും വേണ്ടുന്നതായ എല്ലാ കരുതലും പ്രിയ മാതാവിനായി നൽകുകയുണ്ടായി. പ്രത്യേകിച്ച് എല്ലാവരെയും ദൈവനമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ, സമാധാനപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ ആദിയോടന്തം സഹകരിച്ച എല്ലാവരോടുമുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും ഇടവയ്ക്ക് വേണ്ടി അതോടൊപ്പം കുടുംബത്തിനു വേണ്ടിയും അർപ്പിക്കുകയാണ്. ദേവാലയത്തിൽ വെച്ചുള്ള സമാപന ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ബഹുമാനപ്പെട്ട നമ്മുടെ ഇടവാംഗം കൂടിയായിരിക്കുന്ന ഐപ്നേനൻ അച്ഛനാണ്. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം സഹകാർമ്മികരായിരുന്ന ഇടവകയുടെ മുൻ സഹവികാരി ബഹുമാനപ്പെട്ട ജസ്റ്റിൻ എബ്രഹാം അച്ഛൻ, ഇപ്പോഴത്തെ സഹവികാരി ബഹുമാനപ്പെട്ട ആൽബിൻ കെ ശമുവേൽ അച്ഛൻ എന്നിവരോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച ഇടവാംഗം കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു വർഗീസ് അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം ബഹുമാനപ്പെട്ട തോമസ് മാത്യു ഷമാശൻ, പ്രൊഫസർ ജേക്കബ് റോയ് അച്ഛൻ എന്നിവരോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായി കുടുംബത്തിനു വേണ്ടി അറിയിക്കുകയാണ്. ഇന്നലെ ഭവനത്തിൽ വെച്ച് പത്തനാപുരം സെൻട്രൽ ഓർത്തഡോക്സ് കൺവെൻഷൻ്റെ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള പ്രാർത്ഥന ക്രമീകരിച്ചു. അതിന് നേതൃത്വം നൽകിയത് നമ്മുടെ ഇടവകയുടെ മുൻവികാരിയായിരിക്കുന്ന വന്യനായ തോമസ് മാത്യു അച്ഛനാണ്. അതോടൊപ്പം ആ സ്പിരിച്വൽ കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന നമ്മുടെ ഇടവാങ്കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് ഐപ്പച്ചനും അതിന് നേതൃത്വം നൽകി. ബഹുമാനപ്പെട്ട അച്ഛന്മാരോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം പത്തനാപുരം സെൻട്രൽ കൺവെൻഷൻ്റെ പ്രാർത്ഥന ക്രമീകരിച്ചപ്പോൾ കടന്നു വന്ന് പ്രാർത്ഥനാപൂർവ്വം ആ കുടുംബത്തെ ആശ്വസിപ്പിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഇടവകയിലെ സംയുക്ത പ്രാർത്ഥനയുടെയും സെൻറ്റ് പീറ്റേഴ്സ് പ്രാർത്ഥനയുടെയും മറ്റെല്ലാ ആധ്യാത്മിക സംഘടനകളുടെയും മർത്തമറിയ സമാജത്തിൻ്റെയും പ്രിയപ്പെട്ടവർ ഭവനത്തിൽ ഒത്തുകൂടുകയും ആശ്വാസത്തിൻ്റെ നല്ല അനുഭവങ്ങൾ പകർന്നു കൊടുക്കുകയും ചെയ്തു. എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മറ്റെല്ലാ വിധത്തിലും ഇതിനോട് സഹകരിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ലൈവ് സ്ട്രീമിൻ്റെ പ്രവർത്തകരായിരിക്കുന്നവർ, അതോടൊപ്പം ഗായ സംഘാംഗങ്ങളായി ഇതിനു വേണ്ടുന്ന ക്രമീകരണം ചെയ്തവർ, ഏവരോടുമുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഇടവകയിലെ പ്രധാന ശുശ്രൂഷകൻ റോയ്ച്ചാനും അതോടൊപ്പം അറ്റൻ റോയ്ച്ചാനോടുമുള്ള സ്നേഹവും അറിയിക്കുന്നു. ചെറുതും വലുതുമായ രീതിയിൽ ഇതിനോട് സഹകരിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഉചിതമായ നിലയിൽ പ്രിയമാതാവിനെ നമുക്ക് യാത്രയാക്കുവാൻ ദൈവം കൃപ ചൊരിഞ്ഞു. പ്രത്യേകിച്ച് പ്രിയമാതാവിന് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം കടന്നു വന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട മാതാവിനെ ഓർക്കുക. രോഗങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ലാത്ത ദൈവസന്നിധിയിലേക്കാണ് പ്രിയ മാതാവ് കടന്നു പോകുന്നത്. ഇനിയും നമ്മുടെ പരിചരണമോ ശുശ്രൂഷയോ ഒന്നും പ്രിയപ്പെട്ട മാതാവിന് ആവശ്യമില്ല. മറിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ മാത്രം. അത് തുടർന്നും നിങ്ങൾ നിർവഹിക്കുക. ദൈവസന്നിധിയിൽ ഈ കുടുംബത്തിൻ്റെ വലിയ ആത്മീയ ഊർജ്ജമായി ഈ പ്രിയ മാതാവ് മധ്യസ്ഥ അണയ്ക്കും എന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. പ്രിയപ്പെട്ട
അമ്മച്ചിക്കും ജീവിത പങ്കാളിയായ ജോയിച്ചാനും അതോടൊപ്പം പ്രിയപ്പെട്ട രണ്ടാൺമക്കൾക്കും വേണ്ടുന്നതായ എല്ലാ കൃപകളും ദൈവം തമ്പുരാൻ പകർന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മാതാവിൻ്റെ ഈ വിയോഗം അവർക്ക് ഉൾപ്പെടുത്തിയതായിട്ടുള്ള വേർപാടിൻ്റെ വ്യഥ ആശ്വാസപ്രദന പരിശുദ്ധാത്മാവ് നികത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ദൈവം കൃപകൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഭൗതിക ശരീരം ദേവാലയത്തിൻ്റെ പടിഞ്ഞാറേ വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങി തെക്ക് വശത്തുകൂടി, ദേവാലയത്തിൻ്റെ തെക്ക് വശത്തുകൂടി മെയിൻ റോഡിലേക്ക് ഇറങ്ങി ഖബറിൻ്റെ ഗേറ്റ് വഴി ഖബറിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. പടിഞ്ഞാറേ വാതിൽ വഴി ഇറങ്ങി ദേവാലയത്തിൻ്റെ തെക്ക് വശത്തുകൂടി പുറത്തെ റോഡിലേക്ക് ഇറങ്ങി ഖബറിൻ്റെ ഗേറ്റ് വഴി കിഴക്ക് വശത്തുള്ള കല്ലറയിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകണമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഈ തെക്ക് വശത്ത് ഏതെങ്കിലും വാഹനങ്ങൾ വഴി തടസ്സപ്പെടുത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി പാർക്ക് ചെയ്യണമെന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഭൗതിക ശരീരം ഖബറിലേക്ക് എടുക്കാവുന്നതാണ്. Urake